നമ്മുടെ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ബയോളജിയിലെ 4ാമത്തെ ചാപ്റ്ററാണ് ജീവികളിലെ രാസസംവേദനം അല്ലെങ്കിൽ കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ശരിക്കും എന്താ ഈ കീമോ റിസപ്ഷൻ എന്ന് പറയുന്നത്? നമുക്ക് ചുറ്റുപാടിനെ മനസ്സിലാക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. പിന്നെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ മെറ്റാബോളിസം, കെമിക്കൽ റിയാക്ഷൻസിനൊക്കെ നിയന്ത്രിക്കണം. സസ്യങ്ങളിലും ജന്തുക്കളിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ തുടക്കം, പ്രത്യേകിച്ചും സസ്യങ്ങളുടെ കാര്യത്തിൽ ഹോർമോണുകളെ കുറിച്ചിട്ട്, ഹോർമോണുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ സസ്യങ്ങളിലെ ഹോർമോണുകളെ കുറിച്ച്, പ്ലാന്റ് ഹോർമോണുകൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സ്പെരിമെന്റ് ആദ്യം ഒരു സയന്റിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നാണ് പ്ലാന്റ് ഹോർമോണുകളുടെ കണ്ടുപിടുത്തത്തിലേക്ക് വരുന്നത്. ഹോളണ്ടിലെ ഒരു സസ്യ സസ്യശാസ്ത്രജ്ഞനായ FW വെന്റ്, അദ്ദേഹം ഓട്സിന്റെ ഒരു നമ്മൾ ഓട്സ് കഴിക്കാറില്ലേ, ആ ഓട്സ് ഉണ്ടാക്കുന്ന ചെടി, ആ ഓട്സിന്റെ ചെടി എടുത്തിട്ട് അതിൽ ചില എക്സ്പെരിമെന്റ് നടത്താം. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം ഓട്സിന്റെ കോളിയോപ്റ്റൈൽ അല്ലെങ്കിൽ ബീജശീർഷാഗ്രം എന്ന് പറയും, എന്നിട്ട് അത് മുളച്ചു വരുന്ന ഭാഗമല്ലേ, അതിന്റെ തൂമ്പ് ഭാഗം, അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കട്ട് ചെയ്തെടുത്ത ഭാഗം അഗാർ ബ്ലോക്ക്, അഗാർ എന്ന് പറഞ്ഞാൽ ഒരു ജെല്ല് പോലുള്ള സബ്സ്റ്റൻസ് ആണ്, കട്ടയായിട്ട് കിട്ടും. അപ്പൊ അതുമായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് കുറേ സമയം കഴിഞ്ഞു, കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്യുന്നത് ഈ അഗാർ ബ്ലോക്കിനെ ചെറിയ ചെറിയ പീസാക്കി മാറ്റി. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ രീതിയാണ്. അത് ഇപ്പൊ കോളിയോപ്റ്റൈലാണ്, ബീജശീർഷാഗ്രാണ്. അപ്പൊ അത് മുറിച്ചിട്ട് അഗാറുമായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഈ കട്ടകളെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയിട്ട് അദ്ദേഹം ചെയ്യുന്നത് കണ്ടോ, ഇതൊരു വേറൊരു കോളിയോപ്റ്റൈൽ വളരുന്ന ഒന്നാണ്. അതിന്റെ ഒരു സൈഡിൽ വെച്ചു. ഒരു സൈഡിൽ വെച്ചപ്പം എവിടെയാണോ വെച്ചത് അതിന്റെ ആ ഭാഗം നീണ്ടു പോകുന്നതായി കാണുന്നുണ്ട്. അതായത് ഒരു ഭാഗത്തേക്ക് വളഞ്ഞത് വളരുന്നുണ്ട്. ഇനി നേരെ മുകളിൽ വെക്കുമ്പോൾ കറക്റ്റ് മുകളിലേക്കും പോകുന്നുണ്ട്. അപ്പൊ ഇതൊരു ഒബ്സർവേഷൻ ആയിരുന്നു. അതെന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിന് കാരണമാകുന്നത് ഈ സബ്സ്റ്റൻസിൽ നിന്ന്, അതായത് ഈ കോളിയോപ്റ്റൈൽ എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്ന് അഗാറിലേക്ക് എന്തൊക്കെയോ ഡിഫ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഡിഫ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, നോക്കും, ഈ ബീജശീർഷാഗ്രത്തിലുള്ള എന്തോ ഒരു രാസവസ്തു അഗാറിലേക്ക് എത്തി, അതാണ് വളർച്ചയ്ക്ക് കാരണമായത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ വസ്തു എന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിച്ചു. പിന്നീട് അത് കണ്ടുപിടിച്ചു, അതാണ് ഓക്സിൻ, ഒരു പ്ലാന്റ് ഹോർമോൺ. ഈ ഒരു കണ്ടുപിടുത്തം കൊണ്ട് മറ്റു പല ഹോർമോണുകളും പതിയെ 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 സയന്റിസ്റ്റുകൾ കണ്ടുപിടിക്കും. അപ്പൊ എക്സാമിന് ഏതൊക്കെയാണ് പ്ലാന്റ് ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിൻ എഴുതാം. പ്ലാന്റ് ഹോർമോൺസിൽ ഇനിയുണ്ട്, നമുക്ക് ഓക്സിൻ ഉണ്ട്, അതുപോലെ തന്നെ ജിബർലിൻസ്, അതുപോലെ സൈറ്റോകൈനിൻ, പിന്നെ അബ്സിസിക് ആസിഡ്, എത്തിലിൻ. ഈ 5 പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് സസ്യങ്ങളുടെ വളർച്ചയും അത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോരോ ഫങ്ഷൻസാണ് ചെയ്യാനുള്ളത്. അത് ചിലപ്പോൾ ഒരുമിച്ചൊക്കെ ആവാട്ടോ, 2 ഹോർമോണുകൾ ഒരുമിച്ചാവാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കാകാം, അല്ലെങ്കിൽ വിപരീത രീതിയിൽ ഒന്ന് ചെയ്യുന്നതിന്റെ നേർ വിപരീതം ചെയ്യുന്നതാവാം. അങ്ങനെയൊക്കെ ഈ ഹോർമോണുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ വളർച്ചാ കാലഘട്ടത്തിലും ഓരോ തരത്തിലാണ് ഇവർ പ്രവർത്തിക്കുക. അപ്പൊ അതിന്റെ മുന്നൊരു ചോദ്യം, ശരിക്കും എങ്ങനെ ഈ അഗാറിന്റെ കട്ട ഒരു ഭാഗത്ത് വെച്ചപ്പോൾ അതിങ്ങനെ വളയുന്നത് കണ്ടത്? അപ്പൊ അതൊരു ചോദ്യമല്ലേ. അതെങ്ങനെയാണെന്ന് അതിന്റെ ഉത്തരം നോക്കണം. ഉണ്ടോ, ഈ സസ്യഭാഗം ഇങ്ങനെ വളഞ്ഞു വരാൻ, ബെൻഡിങ് ചെയ്യാൻ കാരണം എന്താന്നുള്ള അവിടെ ഒരു ചോദ്യമാണ്. അപ്പൊ അതെന്താണെന്ന് നോക്കാം. സൂര്യപ്രകാശത്തിൽ നിന്നും അകന്നു നിൽക്കാനുള്ള പ്രവണത ഓക്സിനുണ്ട്. അതായത് ഓക്സിൻ എവിടെയാണോ സൂര്യനുള്ളത്, സൂര്യപ്രകാശം ലൈറ്റാണ് ഉദ്ദേശിക്കുന്നത്, ആ ലൈറ്റ് എവിടെയാണുള്ളത് അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ടെൻഡൻസി ഓക്സിൻ കാണിക്കുന്നുണ്ട്. അത് പ്രകാരമാണ് ഓക്സിന്റെ ഡിഫ്യൂഷൻ നടക്കുക. ചെറിയൊരു എക്സാമ്പിൾ നോക്കിക്കേ. സൂര്യൻ എന്താ ഒരു ഏറ്റവും മുകളിലാണെങ്കിൽ ഓക്സിൻ ഇതിന്റെ അറ്റത്ത് വന്നു കഴിഞ്ഞാൽ ഈ സൂര്യന്റെ വിപരീതമായിട്ടല്ലേ ഓക്സിൻ സഞ്ചരിക്കുക. അപ്പോൾ ഓക്സിൻ ഒക്കെ നേരെ താഴേക്ക് പോയിട്ട് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, തുല്യമായി എല്ലാ ഭാഗത്തേക്കും പോയി. അതുകൊണ്ട് ഇത് മുകളിലേക്ക് കറക്റ്റ് വളരുന്നത് കാണാം. ഇനി ഈ സൂര്യൻ ഒരു സൈഡിലാണ് നിൽക്കുക, പ്രകാശം ഒരു ഭാഗത്തു നിന്നാണ് കിട്ടുന്ന സാഹചര്യം നോക്ക്. അപ്പൊ കണ്ടോ, സൂര്യൻ അവിടെ കൊണ്ട് പ്രകാശം എവിടെയാ കിട്ടുക, അപ്പൊ ഈ ഭാഗത്ത് ഇരുട്ടല്ലേ, ഈ ഇരുട്ടുള്ള ഭാഗത്തേക്ക് ഓക്സിൻ ഒക്കെ വരും. അപ്പോൾ ഓക്സിൻ എവിടെയാണോ ഉള്ളത് അപ്പൊ അവിടെ ഓക്സിന്റെ ആക്ഷൻ നടക്കില്ലേ. അങ്ങനെ ഓക്സിന്റെ ആക്ഷൻ കോശ ദീർഘീകരണമാണ്, അല്ലെങ്കിൽ കോശം ഇങ്ങനെ എലോങ്കേറ്റ് ചെയ്യുക. അതായത് ഉള്ള കോശത്തിന്റെ വലിപ്പം കൂടി 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 വരും. അപ്പൊ കണ്ടോ, ഇവിടുത്തെ കോശത്തിന്റെ വലിപ്പം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈറ്റിലേക്ക് ബെൻഡ് ആകും. സിമ്പിൾ ആക്ഷൻ ആണ്. ഓക്സിന്റെ ആക്ഷൻ ഇങ്ങനെയാ, കോശ ദീർഘീകരണം, സെൽ എലോങ്കേഷന് കാരണമാകും. അപ്പോൾ ഓക്സിനാണ് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നതിന് കാരണമായത് എന്ന് മനസ്സിലാക്കി. അപ്പൊ ഈ ഒരു പരീക്ഷണം വെച്ചുകൊണ്ടാണ് പിന്നീട് ഒരുപാട് ഹോർമോണുകൾ പിന്നീട് കാലാന്തരത്തിൽ കണ്ടുപിടിക്കുന്നുണ്ട്.
ഈ പ്ലാന്റ് ഹോർമോൺസ് ഓരോന്നും അവയുടെ ഫംഗ്ഷൻ വെച്ച് നമുക്ക് നോക്കാം. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പ്ലാന്റിന് ഓരോരോ വളർച്ചാ കാലഘട്ടം ഉണ്ട്. ഒരു വിത്ത് നമ്മൾ മണ്ണിൽ വെച്ച് അത് പതിയെ മുളച്ചു വരണം. അത് മുളച്ചു വരാൻ കുറച്ച് ദിവസം എടുക്കും. എന്നിട്ട് ആദ്യം അതിൻ്റെ കുഞ്ഞിലകൾ വരും, പിന്നെ ചെറിയ റൂട്ട് വരും, എന്നിട്ട് അത് മണ്ണിലേക്ക് ഇറങ്ങിപ്പോവും, പിന്നെ 2 ഇല വരും, അങ്ങനെ വലിയ വലിയ ചെടിയായി മാറും, പിന്നെ പൂവ് വരും, കായ ഉണ്ടാകും, അതിന് വിത്തുണ്ടാകും, പിന്നെ ആ വിത്ത് വീണ് അത് മുളയ്ക്കണം. അങ്ങനെ എന്തൊക്കെ കാലഘട്ടങ്ങളാ ഒരു ഒരു പ്ലാന്റിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. ഈ സമയത്തൊക്കെ ഹോർമോണുകളുണ്ട്. അതില് ഒന്നാമത്തേത് നോക്കാം. ഈ ഇതിന്റെ വളർച്ച തുടങ്ങുന്ന സമയല്ലേ വിത്ത് മുളച്ചു വരുന്നത്, അത് മുതൽ ചെറിയ ഇലയൊക്കെ ആവുന്നവരെ ഏതൊക്കെ ഹോർമോണാന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം വിത്ത് മുളയ്ക്കാൻ, വിത്ത് ഇങ്ങനെ ഒളിച്ചു കിടക്കണ്ടേ കുറെ കാലം, എല്ലാ വിത്തും പെട്ടെന്നൊന്നും മുളയ്ക്കൂല. വിത്തിന് ഡോർമെൻസി എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ട്, സുപ്താവസ്ഥ എന്ന് പറയും. അതായത് ഒളിച്ചു കിടക്കുക. അപ്പൊ നമ്മള് കയ്യിൽ വിത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും മുളയ്ക്കൂല. അപ്പൊ അതിൽ എല്ലാം ഇനാക്റ്റീവ് ആയിട്ട് മിണ്ടാതെ കിടക്കായിരിക്കും. അതിന് സുപ്താവസ്ഥ, ഡോർമെൻസി എന്നാ പറയാ. ആ ഡോർമെൻസി ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് അബ്സിസിക് ആസിഡ്. അപ്പൊ എന്റെ ചോദ്യം, ഈ ഡോർമെൻസി ബ്രേക്ക് ചെയ്താലല്ലേ അത് മുളച്ചു വരുള്ളൂ. ആ ഡോർമെൻസി ബ്രേക്ക് ചെയ്യാൻ, ആ സുപ്താവസ്ഥ ബ്രേക്ക് ചെയ്യാൻ അടുത്തൊരു ഹോർമോൺ വേണം, അതാണ് ജിബർലിൻ. അപ്പൊ എക്സാമിന് ഡോർമെൻസിക്ക് ഏതാണ്, ഡോർമെൻസി ബ്രേക്ക് ചെയ്യാൻ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാൻ ജിബർലിക് ആസിഡ് ആണ്. ഈ ജിബർലിനെ തന്നെ നമുക്ക് ജിബർലിക് ആസിഡ് എന്നും പറയാട്ടോ, രണ്ടും സെയിം ആണ്. അപ്പൊ നിങ്ങൾ ആസിഡ് കണ്ടു കഴിഞ്ഞാൽ അത് ജിബർലിൻ അല്ലേ, തെറ്റിദ്ധരിക്കേണ്ട, രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി ഈ ജിബർലിനുകള് ഇങ്ങനെ വിത്ത് മുളയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇനി അതേ സമയത്ത് വേറെ ഹോർമോണുകൾ ഈ മുളച്ച് വന്നാൽ അവിടെ കോശവിഭജനം നടക്കണം. ഏതൊരു വളർച്ചയ്ക്കും അവിടെ കോശവിഭജനം വേണ്ടേ? അപ്പൊ അതിന് വേണ്ട ഒരു ഹോർമോണാണ് സൈറ്റോകൈനിൻ. കോശവിഭജനത്തിനും വൈവിധ്യവൽക്കരണം എന്ന് പറയും. എന്താ വൈവിധ്യവൽക്കരണം? വൈവിധ്യം പറഞ്ഞാൽ എന്താ? വ്യത്യസ്തമായത്. ഒരു കോശം ഒരുപാട് കോശങ്ങൾ ഉണ്ടാക്കി അവയ്ക്കൊക്കെ ഓരോരോ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി തയ്യാറാവണ്ടേ? ഡിഫറൻസിയേഷൻ എന്നാ പറയുക. ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ഇത്ര കോശങ്ങൾ, ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ ആ കോശങ്ങൾ പലതായി തീരുക, അതിനെ ഡിഫറൻസിയേഷൻ എന്ന് പറയാം. എന്നിട്ട് അവരൊരു പ്രത്യേക ഫംഗ്ഷൻ ചെയ്യും, ഇവരൊരു പ്രത്യേക ഫംഗ്ഷൻ ചെയ്യും. അപ്പൊ അതാണ് കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ അതിന് സഹായിക്കുന്ന ഹോർമോൺ സൈറ്റോകൈൻ ആണ്. ഒരു വിത്ത് മുളച്ച് ഇത്രയാകുമ്പോഴേക്ക് അബ്സിസിക് ആസിഡിനും ജിബർലിനും സൈറ്റോകൈനും ഒക്കെ റോള് വന്നു. ഇനി ഈ മുളച്ച ചെടി അത് വലുതായി വരണം. അപ്പൊ ഇത്രയായിട്ടുള്ളൂ. ഇനി ഇത് നല്ല വലുതായി വരണം. അതിന് ഏതൊക്കെ ഹോർമോണാന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഇത്ര വലുതായി ആ ചെടി, അതിന് വലിയ ഇലകൾ വന്നിട്ടുണ്ട്, വേരൊക്കെ നല്ലോണം വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്സിന്റെ റോൾ അപ്പോൾ വരുന്നുണ്ട്. കാണ്ഡം അഥവാ അതിന്റെ സ്റ്റെമ്മ്, തണ്ട്, അത് നീളം കൂടണ്ടേ, ലെങ്ത് കൂടണ്ടേ, അതിന് ഈ ഓക്സിൻ വളരെ ആവശ്യമാണ്. പിന്നെ പാർശ്വമുകുളങ്ങളുടെ വളർച്ച അഥവാ ലാറ്ററൽ ബഡ് എന്ന് പറയും. സൈഡിക്ക് ഒരു മരത്തിന് കൊമ്പ് വേണ്ടേ, ആ കൊമ്പ് ഉണ്ടാകുന്നത് അത് തടസ്സപ്പെടുത്തുന്ന പരിപാടി ഓക്സിൻ ചെയ്യുക. ലാറ്ററൽ പാർശ്വമുകുളങ്ങൾ ഉണ്ടാവുന്നത് തടസ്സപ്പെടുത്തും. എന്നിട്ട് ഇങ്ങനെ ആ അറ്റം ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കും. അത് ഓക്സിന്റെ പരിപാടിയാണ്. പിന്നെ ട്രോപ്പിക ചലനം അഥവാ ട്രോപ്പിക് മൂവ്മെന്റ്സ് നടത്താൻ ഓക്സിൻ വേണം. അതെന്താ ഈ ട്രോപ്പിക് മൂവ്മെന്റ്? ഇപ്പൊ നമ്മുടെ മുറ്റത്തൊക്കെ ചെടി ഉണ്ടെങ്കിലേ ആ ചെടിയുടെ പുറത്തൊരു തടസ്സം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വേണ്ട, ജനലിന്റെ അരികിൽ ഒരു ചെടി, ഒരു മണി പ്ലാന്റോ അല്ലെങ്കിൽ വേറെ ഏതിലൊക്കെ വെക്കാം, വെളിച്ചം ഇപ്പുറത്ത് കിട്ടുന്നുണ്ട്, ആ രീതി വെച്ചാൽ മതി. അപ്പോൾ ആ ചെടി ഇങ്ങനെ വളഞ്ഞിട്ട് വെളിച്ചം എവിടെയാണുള്ളത് അങ്ങടേക്ക് പോകില്ലേ, അതിന് വിളിക്കുന്ന പേരാണ് ട്രോപ്പിക് മൂവ്മെന്റ്. അത് ഫോട്ടോട്രോപ്പിസം ആണ്. ഇനി വെള്ളം എങ്ങടെയാണോ ഉള്ളത് അവിടേക്ക് വേരിങ്ങനെ മൂവ് ചെയ്ത് പോകില്ലേ, അത് ഹൈഡ്രോട്രോപ്പിസം ആണ്. അപ്പൊ അതൊക്കെ ട്രോപ്പിക് മൂവ്മെന്റാ. ആ ട്രോപ്പിക് മൂവ്മെന്റിനെ സഹായിക്കാൻ ഓക്സിന് പറ്റും. അപ്പൊ എക്സാമിന് ട്രോപ്പിക് മൂവ്മെന്റ് സഹായിക്കുന്ന ഹോർമോൺ അത് ഓക്സിനാണ്. ഇനി അടുത്തത് ഇവിടെ ജിബർലിനും സൈറ്റോകൈനും വരുന്നുണ്ട്. അത് ഈ കാണ്ഡം, സ്റ്റെമ്മ്, റൂട്ട് അവിടെയുള്ള കോശവിഭജനത്തെ സഹായിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു, കോശവിഭജനം നടത്തിയാലാണ് ഈ ഒരു പ്ലാന്റ് വളരുള്ളൂ. പ്ലാന്റ് മാത്രമല്ല, നമ്മളും അങ്ങനെ തന്നെ കേട്ടോ. അപ്പൊ അതിന് ഈ പ്ലാന്റിലാണെങ്കിൽ ജിബർലിനും വേണം, സൈറ്റോകൈനും വേണം. ഇനി ഇവിടെ വേണ്ടത് സൈറ്റോകൈൻ്റെ മറ്റൊരു ജോലിയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ചില ഹോർമോൺ ഒരുമിച്ചാ പ്രവർത്തിക്കുക, ചില ഹോർമോൺ ഡിഫറൻ്റ് ആയിട്ടാ പ്രവർത്തിക്കുകയെന്ന്. ഇവിടെ ഉണ്ടോ, ഓക്സിൻ പാർശ്വമുകുളങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയാണ്, ലാറ്ററൽ ബഡ്സിന്റെ. എന്നാൽ സൈറ്റോകൈനിൻ പാർശ്വമുകുളങ്ങളുടെ വളർച്ച കൂട്ടുക ചെയ്യുക. ഇപ്പൊ ഞാൻ ഈ അറ്റങ്ങട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ ഒരുപാട് കൊമ്പുകൾ ഉണ്ടാകും. അപ്പൊ അതിന് റെസ്പോൺസിബിൾ ആകുന്ന ഹോർമോൺ സൈറ്റോകൈനാ. അപ്പൊ എക്സാമിന് ചോദിക്കുക ഏത് ഹോർമോണാണ് വിപരീതമായി പ്രവർത്തിക്കുന്നത്? ഓക്സിന്റെ വിപരീതമായിട്ട് എവിടെ സൈറ്റോകൈൻ പ്രവർത്തിക്കുന്നത്? പാർശ്വമുകുളങ്ങളുടെ വളർച്ച ഇല്ലാതാക്കുന്നത് ഓക്സിൻ, പാർശ്വമുകുളങ്ങളുടെ വളർച്ച, ലാറ്ററൽ ബഡ്സിന്റെ വളർച്ച ഉണ്ടാക്കുന്നത് സൈറ്റോകൈനിൻ. ഇനി ചെടി നേരത്തെ പഴുത്തു പോയാൽ പ്രശ്നമാണ്. ആ പഴുക്കുന്നത് തടയാൻ സൈറ്റോകൈൻ സഹായിക്കും.
ആ പച്ചപ്പ് നിലനിർത്തണം എപ്പോഴും ചെടികൾക്ക്. അല്ലാതെ ഉണ്ടായി ഇത്ര ആകുമ്പോഴേക്കിനും ചെടി പഴുത്തു പോകാൻ പറ്റില്ല. അതിന് പൂവുണ്ടാവണം, കായ ഉണ്ടാവണം. അതിന് സഹായിക്കുന്ന ഹോർമോൺ സൈറ്റോകൈൻ. കണ്ടോ? ഒരു ഇത്ര ആയപ്പോഴേക്ക് ഏതൊക്കെ ഹോർമോണുകൾ ആക്ഷനിലേക്ക് വന്നത്? ഇനി പൂ വരണം, കായ വേണം. അപ്പൊ അതിനൊക്കെ ഹോർമോൺ വേണം. അപ്പൊ ഓക്സിൻ ഇവിടെയും റോളുണ്ട്. പൂക്കൾ ഉണ്ടാകണം, പൂക്കൾ ധാരാളമായിട്ട് ഉണ്ടാവണം. പിന്നെ ഫലങ്ങൾ അഥവാ ഫ്രൂട്ട് ഉണ്ടാവണം. അതിനൊക്കെ ഓക്സിൻ സഹായിക്കും. ഇനി ജിബ്ബർലിന് അവിടെ റോളുണ്ട്. ഇങ്ങനെ ഉണ്ടായ പൂക്കളും പഴങ്ങളും ഒക്കെ വളരണ്ടേ? അതിന് ജിബ്ബർലിൻ വളരെ അത്യാവശ്യമാണ്. ഇനി ഇങ്ങനെ ഉണ്ടായ ഈ ഓരോരോ ഭാഗങ്ങളിലെ അവിടേക്ക് ആവശ്യമായ പോഷകങ്ങൾ കൊടുക്കണ്ടേ? അത് ചെയ്യുന്നത് ആരാ? സൈറ്റോകൈനിൻ. കണ്ടോ? ഓരോ ഘട്ടത്തിലും ഓരോരോ ഹോർമോൺസിന് ഫംഗ്ഷൻ ഉണ്ട്. പോഷകങ്ങൾ കിട്ടിയെങ്കിൽ ആർക്കും വളരാൻ പറ്റില്ല. അതുപോലെ ഈ ചെടികൾക്കും വളരാൻ പറ്റില്ല. ഇനി ആ പൂക്കൾ ഉണ്ടായി, ആ വിത്തൊക്കെ റെഡിയായി, പൂക്കളൊക്കെ ഉണ്ട്, അതൊക്കെ വാടിപ്പോയി മരത്തിന്റെ അവസാന കാലഘട്ടം. ഏത് ജീവിക്കും ഒരു അവസാന കാലഘട്ടം ഉണ്ടാവുമല്ലോ. അതുപോലെ ഈ മരം ഉണങ്ങും, പൂക്കളൊക്കെ കൊഴിയണം, ഇലകളൊക്കെ മഞ്ഞ കളറാവും. മഞ്ഞാന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ക്ലോറോഫിലൊക്കെ നശിച്ച് അതിന്റെ അവസാന കാലഘട്ടം കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കരുത് മഞ്ഞ ഇലയുള്ള ചെടികൾ എന്താവുക എന്നുള്ളത്. അങ്ങനെയല്ല, അതിന്റെ അവസാന കാലഘട്ടം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ സമയത്തും ചില ഹോർമോൺസ് ഉണ്ട്. അതേതാന്ന് പറഞ്ഞുതരാം. ഈ സമയത്ത് ക്ലോറോഫിൽ അഥവാ ഹരിതകണ്ടല്ലോ, പ്രോട്ടീനുകൾ, അതുപോലെ ന്യൂക്ലിക് ആസിഡുകൾ, അതൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അഥവാ ശിഥിലീകരിച്ചിട്ട് ഇല, ഫലം അഥവാ ഫ്രൂട്ട്സ്, പൂക്കള്, പുഷ്പങ്ങള്, അതൊക്കെ പാകപ്പെടുത്തി അതിനെ പഴുക്കാൻ സമ്മതിക്കുന്ന അതിനുള്ള ഹോർമോണാണ് എത്തിലിൻ. അപ്പൊ പഴുക്കാൻ സഹായിക്കുന്നത്, അവസാന കാലഘട്ടത്തിൽ സഹായിക്കുന്ന ആ ഹോർമോണിന്റെ പേരാണ് എത്തിലിൻ എന്ന് പറയുന്നത്. ഇനി ഇതേ സമയം തന്നെ അബ്സിസിക് ആസിഡിന്റെ ഷോർട്ട് ഫോം ഉണ്ട്, ABA, അബ്സിസിക് ആസിഡ്. അതാണ് ഈ വളർച്ച ഇല്ലാതാക്കുന്നത്. പ്രത്യേകിച്ചും പ്രതികൂല സാഹചര്യം വരുമ്പോൾ, നമ്മുടെ മുറ്റത്ത് ചെടിക്ക് വെള്ളം ഒഴിച്ചില്ല, കുറച്ച് ദിവസമൊക്കെ അത് വെയിറ്റ് ചെയ്യും. വളർച്ചയൊന്ന് മുരടിപ്പിച്ച് വെള്ളം കിട്ടുന്നത് വരെ പരമാവധി ആ വളർച്ചയൊന്ന് തടസ്സപ്പെടുത്തി നിൽക്കില്ലേ? ആ സ്ട്രെസ് കണ്ടീഷനെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? മെയിൻറ്റെയിൻ അല്ല, ഓവർകം ചെയ്യണ്ടേ? അതിന് സഹായിക്കുന്ന ഹോർമോൺ അബ്സിസിക് ആസിഡ് ആണ്. ആ പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ട് ഇനി പൊഴിച്ചു കളയുന്ന സാഹചര്യം ഉണ്ടാവും. അതൊക്കെ ചെയ്യുന്നത്, ഇലകളൊക്കെ പൊഴിയുന്ന കണ്ടിട്ടില്ലേ? അതിന് സഹായിക്കുന്ന ഹോർമോൺ അബ്സിസിക് ആസിഡ്. അപ്പൊ ഇങ്ങനെ പല രീതിയിലാണ് ഒരു പ്ലാന്റില് ഹോർമോണുകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ വേറൊരു സംശയമുണ്ട്. ഈ ഹോർമോണുകളൊക്കെ വാങ്ങാൻ കിട്ടുമോ കടയിൽ നിന്ന്? ഇതൊക്കെ ചെടിയുടെ ഉള്ളിലല്ലേ. അപ്പൊ എനിക്ക് ഒരു പഴം പഴുപ്പിക്കണം, എത്തിലിന്റെ ആക്ഷൻ അവിടെ പഴുക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് എത്തിലിൻ വാങ്ങാൻ കിട്ടുമോ കടയിൽ നിന്നുള്ള ചോദ്യം. കിട്ടും. അങ്ങനെ കിട്ടുന്ന ഹോർമോണുകളെ സിന്തറ്റിക് സസ്യ ഹോർമോണുകൾ എന്ന് പറയാം. അതിന്റെ ഉപയോഗം എന്താന്ന് പറഞ്ഞു. ഈ നാച്ചുറൽ ഹോർമോണിന്റെ രാസഘടന മനസ്സിലാക്കി കഴിഞ്ഞാല്, കെമിക്കൽ സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാല് അതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്തൂടെ? ഇപ്പൊ എന്താ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തത്? പറ്റും. അങ്ങനെ പ്രകൃതിദത്ത ഹോർമോൺ നമുക്ക് അത് മനസ്സിലാക്കിയാൽ സിന്തറ്റിക് ഹോർമോണുകൾ അഥവാ കൃത്രിമ സസ്യ ഹോർമോൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത സസ്യ ഹോർമോണുകളും അവയുടെ കുറച്ച് ധർമ്മം ഞാൻ പറഞ്ഞുതരാം. ഓക്സിൻ ഉണ്ടാക്കിയെടുത്തതാണ്, സിന്തറ്റിക് ആണ്. അത് നഴ്സറികളിലൊക്കെ തണ്ടിൽ വേര് മുളപ്പിക്കാൻ, റോസാപ്പൂവിന്റെ ഫാമിംഗ് നടത്തുന്ന ഒരാൾക്ക് റോസാക്കമ്പിൽ വേര് പിടിപ്പിക്കണ്ടേ? അപ്പോൾ കുറേ റോസാക്കമ്പ് എടുത്തിട്ട് ഓക്സിന്റെ സൊല്യൂഷനിൽ മുക്കും, എന്നിട്ട് അവിടെ വെക്കും. കുറേ ദിവസം കഴിയുമ്പോൾ അതിന് വേര് വരും. പെട്ടെന്ന് വേര് മുളപ്പിക്കാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഉള്ളത് കളനാശിനി. എന്താ കളനാശിനി? നമ്മുടെ വീട്ടിൽ ലോണൊക്കെ ഉണ്ടായിരിക്കും, പുൽത്തകിടി, അതിൽ അനാവശ്യമായ ചെടികൾ വരില്ലേ? അതെല്ലാം ഇല്ലാതാക്കാൻ, കളകളെ നശിപ്പിക്കാൻ 2,4-D, എക്സാമിന്റെ ചോദ്യമാണ്, 2,4-D അത് കളനാശിനിയായിട്ട് ഉപയോഗിക്കാം. ഇനി സിന്തറ്റിക് ജിബ്ബർലിൻ ഉണ്ട്. അത് ഉപയോഗിക്കുന്നത് മുന്തിരി, നല്ല വലിപ്പമുള്ള മുന്തിരി അല്ലേ നമുക്കിഷ്ടം, കായയുടെ വലിപ്പം കൂട്ടണം. അപ്പോൾ മുന്തിരിയിലൊക്കെ കായയുടെ വലിപ്പം കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ കാണ്ഡം ദീർഘീകരിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. എന്താ കാണ്ഡം? സ്റ്റെം എലോങ്ങേറ്റ് ചെയ്യുക. കരിമ്പിന്റെ എവിടെയാ വിളവെടുക്കുന്നത്? കരിമ്പിന്റെ തണ്ടല്ലേ? അതെന്നല്ലേ പഞ്ചസാരയും ശർക്കരയൊക്കെ ഉണ്ടാക്കുക. അപ്പൊ നല്ല നീളമുള്ള തണ്ടുള്ള കരിമ്പിനാണോ, നീളമില്ലാത്ത കുഞ്ഞു കരിമ്പിനാണോ ഡിമാൻഡ്? നല്ല നീളമുള്ള കരിമ്പിനല്ലേ ഡിമാൻഡ് വരിക. അപ്പൊ അങ്ങനെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സിന്തറ്റിക് ജിബ്ബർലിൻ കടയിലുണ്ട്, അത് പോയി വാങ്ങാം. ഇനി അടുത്തത് സിന്തറ്റിക് എത്തിലിൻ ഉണ്ട്. ഇവിടെയാണ് ഞാൻ ചോദിച്ച ചോദ്യം വരുന്നത്. കണ്ടോ? ഫലങ്ങൾ ഒരേ സമയം വിളവെടുക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്? ഒരു കൃഷിക്കാരന് പലപ്പോഴായി വിളവെടുക്കുമ്പോഴാണോ ലാഭം? ഒരുമിച്ച് വിളവെടുത്ത് വിറ്റ് ലാഭം ഉണ്ടാക്കുകയാണോ നല്ലത്? പലപ്പോഴായി വിളവെടുക്കണമെങ്കിൽ അതിന് പിന്നെയും ചെലവല്ലേ? അപ്പോൾ ഒരേ സമയം പൂക്കണം, ഒരേ സമയം കായ്ക്കണം, ഒരേ സമയം കായ്ച്ചത് പഴുക്കണം, എന്നാലേ ഒരേ സമയം വിളവെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വാഴപ്പഴം, അതുപോലെ തക്കാളി, ഇതൊക്കെ ഒരേ സമയം പഴുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സിന്തറ്റിക് എത്തിലിൻ ഉപയോഗിക്കാം. വിളവെടുക്കുന്ന ഒരേ സമയമാവണം, പഴുക്കുന്ന ഒരേ സമയമാവണം. കണ്ടോ? അപ്പൊ അതിന് സിന്തറ്റിക് എത്തിലിൻ ഉപയോഗിക്കാം.
ഇങ്ങനെയാണ്. അപ്പോൾ ഹോർമോണുകൾ പല രീതിയിലാണ് പ്ലാന്റ്സിൽ ആക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പൂവിടലിന് പിന്നിൽ ഞാൻ പൂവിടുന്നത് കുറേ പറഞ്ഞു. അതായത് ചെടികൾ എങ്ങനെയാണ് പൂവിടുക, അത് പൂവ് പിന്നീട് കായായി മാറുന്നൊക്കെ പറഞ്ഞു. സാധാരണ എങ്ങനെ ഒരു ചെടിക്ക് പൂവുണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നിങ്ങളൊരു സാധാരണ ചെടി കുഴിച്ചിട്ടു, അതിന് പൂവുണ്ടാവുമല്ലോ. അപ്പം എങ്ങനെയാണ് പൂവുണ്ടാവുന്നത്, എവിടെയാണ് പൂവുണ്ടാവുന്നത് പറഞ്ഞുതരാം. ആദ്യം അത് നോക്കാം. എന്നിട്ട് അതിൻ്റെ ഹോർമോൺ ഏതാ, പ്രോട്ടീൻ ഏതാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഹോർമോണുകൾക്ക് നല്ല പങ്കുണ്ട്. അതിപ്പോൾ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞു, ഏത് ഹോർമോണാണ് പൂവിടാനൊക്കെ സഹായിക്കുക. എന്നാൽ ചില പ്രോട്ടീനുകൾക്കും അതുപോലെ തന്നെ ദിനരാത്രങ്ങളുടെ ദൈർഘ്യം അഥവാ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്, പകൽ എത്രത്തോളം നീളം കൂടുന്നു, രാത്രി എത്രത്തോളം നീളം കുറയുന്നു, എത്ര ലൈറ്റ് കിട്ടുന്നു, അതൊക്കെ പൂവിടലിനെ സ്വാധീനിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. പകലും രാത്രിക്ക് എങ്ങനെ പൂവിടലിനെ ബാധിക്കുക എന്നുള്ളതാണ്. ഇത് കണ്ടോ, ശരിക്കും പൂവിടൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിത്ത് ഇതാ മുളച്ചു വരുന്നു, എന്നിട്ട് അതിനിതാ റൂട്ട്, വേരും അതുപോലെ ഇലകളൊക്കെ ഉണ്ടാവുന്നു, പിന്നെ ഇല വലുതാവുന്നു, വേര് വലുതാവുന്നു, ഉണ്ടോ, വലിയ ചെടിയായി മാറുന്നു, എന്നിട്ട് ഇത് പൂവിടുന്നു. ആ പൂവിടുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനത്തിന്റെ തുടക്കം. അപ്പോൾ റീപ്രൊഡക്ഷൻ ഒരു പ്ലാന്റിൽ ആരംഭിക്കുകയാണ് എന്നുള്ളതിന്റെ സൂചനയാണ് അത് പൂവിടുന്നത്. അങ്ങനെ പൂവിട്ട് കഴിഞ്ഞാൽ അത് കായായി മാറും, വിത്തുണ്ടാകും. അപ്പൊ പ്രത്യുൽപാദനത്തിന്റെ തുടക്കമാണ് പൂവിടൽ എന്ന് പറയുന്നത്. ദിനരാത്ര ദൈർഘ്യം അതിനെ നന്നായി സ്വാധീനിക്കുന്നുണ്ട്. ആ ഒരു ഫിനോമിനോണിനെ, ആ ഒരു പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ പീരിയോഡിസം. ഈ ഫോട്ടോ എന്നുള്ള ലൈറ്റ് ആണ്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്. അപ്പൊ ഫോട്ടോ പീരിയോഡിസം, ലൈറ്റിന്റെ ആ ദൈർഘ്യം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഫോട്ടോ പീരിയോഡിസം എന്നാ പറയുക. അതിനനുസരിച്ചിട്ടാണ് പൂവിടുന്ന കാലം, പരാഗണം, വിത്ത് രൂപീകരിക്കുന്ന, കൊന്നപ്പൂ ഒന്നും നമ്മുടെ നാട്ടിൽ എല്ലാ കാലത്തും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ പിന്നെ എല്ലായിടത്തും കാണുന്നുണ്ട്. വിഷുവിനല്ലേ സാധാരണ കൊന്നപ്പൂ ഉണ്ടാവും. അതുപോലെ ഇപ്പൊക്കെ ഓണസമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ കൊന്നപ്പൂ ഉണ്ടാവും. അപ്പോൾ പൂവിടുന്ന കാലം തീരുമാനിക്കുന്നത്, പരാഗണത്തിന്റെ കാര്യം, അതുപോലെ വിത്ത് ഉണ്ടാവുന്നത്, അതിനൊക്കെ ഈ ഫോട്ടോ പീരിയോഡിസിന് വലിയ റോളുണ്ട്. അപ്പൊ ഞാൻ സാധാരണ എങ്ങനെയാണ് പൂവിടുന്നത്, അവിടെ എന്താണ് നടക്കുക എന്നൊക്കെ പറഞ്ഞുതരാം. ഒരു പ്ലാന്റ് നോക്കി കഴിഞ്ഞാൽ അതിന്റെ അഗ്രമെരിസ്റ്റം, അതായത് ഏറ്റവും അറ്റത്തുണ്ടാവുന്ന അഗ്രമെരിസ്റ്റം, എപ്പിക്കൽ മെരിസ്റ്റം എന്നാ പറയുക. അത് കണ്ടോ, ലീഫ് ആവേണ്ട ഭാഗമാണ് അത്. അത് പതിയെ 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 പൂവായി മാറുക ചെയ്യുക. ഈ അഗ്രമെരിസ്റ്റത്തിൽ പൂവ് ഉണ്ടാവാന് ചില ജീനുകൾ പ്രവർത്തിക്കണം. അങ്ങനെ പൂവായി മാറാന് ജീനുകളുടെ പ്രവർത്തനം. ആ ജീൻ ഓണായാലേ ഈ അഗ്രമെരിസ്റ്റം പൂവായി മാറുകയുള്ളൂ. അപ്പൊ ആ ജീനെ ഓണാക്കണം. ജീൻ ഓണാക്കുന്നത് ലൈറ്റുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇതാ കണ്ടോ, ലൈറ്റ് വരുന്നു. ലൈറ്റ് ഏറ്റവും മുകളിലെ ഇല കാണാം. ഇത് ഏറ്റവും അറ്റത്തുള്ള പൂർണ്ണമായി വിരിഞ്ഞ ഇലയാണ് ഈ കാണിച്ചിരിക്കുന്നത്. കാണ്ഡത്തിന്റെ അഗ്രത്തിൽ, അതായത് സ്റ്റെമ്മിന്റെ ഏറ്റവും അറ്റത്ത് കണ്ടോ, മുഴുവനായിട്ട് വിരിഞ്ഞ ഒരു ഇല കാണുന്നുണ്ട്. ആ ഇലയില് ചില പ്രോട്ടീനുകൾ ഉണ്ട്, വർണ്ണകങ്ങളുണ്ട്, പ്രകാശത്തെ തിരിച്ചറിയുന്ന വർണ്ണകങ്ങൾ ഇവിടെ ഉണ്ട്. അതിന്റെ പേരാണ് ഫൈറ്റോക്രോം. അവര് ലൈറ്റ് വന്ന അപ്പം മനസ്സിലാക്കും ദിനരാത്രങ്ങളുടെ ദൈർഘ്യം. അവര് മനസ്സിലാക്കി. എന്നിട്ട് മനസ്സിലാക്കി അവിടെ വെറുതെ ഇരുന്നാൽ പോരാ. അവര് ചില ഉദ്ദീപനങ്ങളെ, ചില സന്ദേശങ്ങളെ ഇത് മനസ്സിലാക്കി എടുത്തിട്ട് ആ സന്ദേശങ്ങളെ ഇലയൂടെ കടത്തി വിട്ടിട്ട് നേരെ എവിടേക്ക് എത്തിക്കുന്നറിയോ? ഈ ചെടിയുടെ അറ്റത്തേക്ക്, അതായത് അഗ്രമെരിസ്റ്റത്തിലേക്ക് എത്തും. അപ്പൊ അവിടുത്തെ ജീനുകള് പ്രവർത്തന സജ്ജമാകും. അഗ്രമെരിസ്റ്റത്തിൽ എത്തിക്കഴിഞ്ഞാൽ ജീനുകള് ഓണായി, ജീനുകളുടെ പ്രവർത്തനം, എന്നിട്ട് അത് പതിയെ പൂവിടലിന് കാരണമാകും. അപ്പൊ ലൈറ്റ് പൂവിടലിനെ സ്വാധീനിക്കുന്നില്ലേ? ഈ ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. അപ്പൊ പൂവിടലിന് പിന്നിലും ഹോർമോണുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സസ്യങ്ങളില് ഹോർമോണുകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇനി എന്റെ ചോദ്യം, ഈ ഹോർമോണുകൾ ഇപ്പൊ എങ്ങനെയാ ഒരു ഭാഗത്ത് ഉണ്ടായിട്ട് അടുത്ത ഭാഗത്തേക്ക് എത്തുക എന്നുള്ളതൊക്കെയാണ് സംശയം. ജീവൽ പ്രവർത്തനങ്ങളെ, അതായത് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ എങ്ങനെ ഈ ഹോർമോണുകള് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം. സ്വാധീനിക്കല്ലേ, എങ്ങനെ അവിടെ എത്തുന്നു എന്നുള്ളതാണ് സംശയമായിട്ട് വരുന്നത്. ഹോർമോൺ, ഇപ്പൊ ഞാനിങ്ങനെ അത് മൂവ് ചെയ്ത് പോവാന്നൊക്കെ പറഞ്ഞില്ലേ, സിഗ്നൽസ് ആയിട്ട് മൂവ് ചെയ്ത് പോവാം. പക്ഷെ ഹോർമോണുകൾ എങ്ങനെയാ? പ്ലാന്റ്സിലാണെങ്കിൽ രക്തമൊന്നുമില്ല, അപ്പൊ നമുക്കാണെങ്കിൽ രക്തത്തിലൂടെയൊക്കെ പോകുമെന്ന് പറയാം. സസ്യങ്ങൾക്ക് രക്തമൊന്നുമില്ലല്ലോ. അപ്പൊ എങ്ങനെയാ ഹോർമോണുകളെ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ബാധിക്കുക എന്നാ പറയുന്നത്? ലക്ഷ്യകോശം അഥവാ ടാർഗറ്റ് സെൽ എന്നൊരു സംവിധാനം ഉണ്ട്. ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതുകൊണ്ട് എല്ലാ ഭാഗത്തൊന്നും പ്രവർത്തിക്കില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ ഉണ്ടായി, ആ ഹോർമോൺ എല്ലായിടത്തും പോയി പ്രവർത്തിക്കുമോ? ഇല്ല. എവിടെയാണോ ഹോർമോൺ പ്രവർത്തിക്കുന്നത് ആ ഹോർമോണിനെ, ആ കോശത്തെ വിളിക്കുന്ന പേരാണ് ടാർഗറ്റ് സെൽ അഥവാ ലക്ഷ്യകോശം. ഇപ്പൊ ഞാൻ നമ്മുടെ കാര്യം പറയാം. ഗ്രന്ഥികളാണ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക. അത് ബ്ലഡിലേക്ക് കലരും.
എന്നിട്ട് ബ്ലഡിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും. ഉദാഹരണമായിട്ട് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തലയിലല്ലേ, ബ്രെയിൻ്റെ അടുത്തല്ലേ, ബ്രെയിൻ്റെ അകത്തല്ലേ, അതൊരു ഹോർമോൺ റിലീസ് ചെയ്താൽ പ്രൊഡ്യൂസ് ചെയ്താൽ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുക. എന്നിട്ട് നേരെ ഇങ്ങനെ ബ്ലഡിലൂടെ സഞ്ചരിച്ച് എവിടെയാണോ എത്തിപ്പെടേണ്ടത് അതാണ് ലക്ഷ്യകോശം. ആ ലക്ഷ്യകോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാനായിട്ട് റിസപ്റ്ററുകൾ നിൽക്കുന്നുണ്ടായിരിക്കും. കണ്ടോ, ഇതാണ് ലക്ഷ്യകോശം. അതിന്റെ സർഫസിൽ റിസപ്റ്ററുകൾ നിൽക്കുന്നുണ്ടാവും. സ്വീകരിക്കാൻ റിസീവ് ചെയ്യുന്ന ആളാണ് റിസപ്റ്റർ. റിസപ്റ്ററുകൾ ഒന്നുകിൽ കോശസ്തരം അഥവാ സെൽ മെംബ്രെയിനിലാവാം, അല്ലെങ്കിൽ കോശത്തിന്റെ ഉള്ളിലാവാം. അപ്പൊ ഞാൻ വരച്ചത് കോശത്തിന്റെ പുറത്താ, ഉള്ളിലും ആവാട്ടോ. ഇങ്ങനെ ഒന്ന് മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ, പുറത്തും ഉള്ളിലും ആവാം. ആ വരുന്ന ഹോർമോണിനെ ഞങ്ങൾ പിടിക്കും. എന്നിട്ട് പിടിച്ചിട്ട് അവർ രണ്ടാളും തമ്മിൽ കൂടിച്ചേർന്ന് നിൽക്കും. കണ്ടില്ലേ, ഇവിടെ ഈ പച്ച നീലയും കണ്ടില്ലേ, അതന്നെ. അതിനെ വിളിക്കുന്ന പേരാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹോർമോൺ എന്തിനാണോ അങ്ങോട്ടേക്ക് വന്നത് ആ ആക്ഷൻ നടത്തും. നമ്മുടെ വീട്ടിലേക്ക് പോസ്റ്റ്മാൻ കത്തുകൊണ്ട് വരുന്ന പോലെ സിമ്പിൾ ആയിട്ട് ഇവിടെ വന്നു, അവിടെ ആക്ഷൻ എന്താണോ നടക്കേണ്ട ആക്ഷൻ നടന്നു. ഇങ്ങനെയാണ് ഹോർമോൺ ഫൈൻഡ് ചെയ്യുക. ഇത് അനിമൽസിന്റെ കാര്യമാണ്. പ്ലാന്റ്സിൽ ചോരയുണ്ടോ, ബ്ലഡ് ഉണ്ടോ ഇങ്ങനെ സഞ്ചരിക്കാൻ? ഇല്ല, അവർക്ക് വേറെ വഴിയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. സസ്യങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സസ്യങ്ങളിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നുകിൽ തളിര് ഇലയിലാവും, അല്ലെങ്കിൽ വിത്തിലാവും, അല്ലെങ്കിൽ കാണ്ഡത്തിലാവും, അല്ലെങ്കിൽ വേരിലായിരിക്കും. ഇവിടെയൊക്കെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക, അല്ല ഗ്രന്ഥിയിലൊന്നല്ല. അപ്പൊ അവര് ഇങ്ങനെ ബ്ലഡ് ഒന്നും ഇല്ല. നമ്മൾ സസ്യങ്ങളെ പിഴിഞ്ഞാൽ ബ്ലഡ് കാണോ? ഇല്ല. അതിലെന്താന്ന് വെച്ചാല് ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിക്ക്, ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിക്ക്, അങ്ങനെ 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 മൂവ് ചെയ്ത് പോകും. ഇനിയിപ്പോ വേറെ വഴി എന്താ വെച്ചാൽ 2 കുഴലുണ്ട് പ്ലാന്റില്, സൈലം ഫ്ലോയം. സൈലം പറഞ്ഞാൽ വെള്ളം അങ്ങനെ കൊണ്ടുപോകാനുള്ള കുഴല, ഫ്ലോയം എന്ന് പറഞ്ഞാൽ ഫുഡ് കൊണ്ടുപോകുന്ന കുഴല. അപ്പൊ അതിലേക്ക് കടത്തിവിട്ട് അത് കൂടെ ദൂരേക്കൊക്കെ പോകണമെങ്കിൽ അത് കൂടെ പോയാൽ പോരെ. അടുത്തേക്ക് പോകുന്ന സെല്ല് വഴി ഇങ്ങനെ ഒരു സെല്ല് അടുത്ത സെല്ല് ഇങ്ങനെ ഇങ്ങനെ പോയാൽ മതി. ഉണ്ടോ, സിമ്പിൾ ആയിട്ട്. ബ്ലഡ് ഇല്ലെങ്കിൽ എന്താ, അവരിൽ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ ഹോർമോൺ അനിമൽസ് വ്യത്യാസം ഉണ്ടല്ലോ. ജന്തുക്കളിലാണെങ്കിൽ ഇതുണ്ടോ, അന്തസ്രാവി ഗ്രന്ഥികൾ എന്നാ പറയുക. ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ അന്തസ്രാവി ഗ്രന്ഥികൾ, എൻഡോക്രൈൻ ഗ്ലാൻസ് എന്നാ പറയുക. ഇതുണ്ടോ, ഗ്രന്ഥി ഉൽപ്പാദിപ്പിച്ച് ബ്ലഡിലൂടെ വന്ന് ടാർഗറ്റ് സെല്ലിൽ എത്തിയിട്ട് പരിപാടി നടത്തും. ഇത് അനിമൽസിന്റെ കാര്യം. അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇങ്ങനെയുള്ള അന്തസ്രാവി ഗ്രന്ഥികൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാ പ്രവർത്തിക്കുക, അത്തരം കാര്യങ്ങളാണ് നോക്കുന്നത്. ഞാൻ ആദ്യം നമ്മുടെ ശരീരത്തിലെ മെറ്റാബോളിസത്തെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് പറയാം. അപ്പൊ എന്റെ ചോദ്യം, മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ എന്താ? സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ എല്ലാ കെമിക്കൽ റിയാക്ഷൻ ചേർത്ത് മെറ്റാബോളിസം എന്ന് പറയാൻ സാധിക്കും. അതിനെ നിയന്ത്രിക്കണം, ഒപ്പം ശരീരത്തിന്റെ വളർച്ച നിയന്ത്രിക്കണം. വികാസം എന്ന് പറയുമ്പോൾ കോശം അങ്ങോട്ട് വളർന്നാൽ പോരാ, അത് വികസിക്കണം. നമ്മുടെ ശരീരം വളർന്നാൽ പോരാ, ബുദ്ധിവികാസം വേണം, അതൊക്കെ വേണം. ഇതിനൊക്കെ നിയന്ത്രിക്കാൻ ഒരു ഹോർമോൺ ആവശ്യമുണ്ട്. അതില് തൈറോയിഡ് ഗ്രന്ഥിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പൊ തൈറോയിഡ് ഗ്രന്ഥിയുടെ ലൊക്കേഷൻ നോക്കാം. എവിടെയാ തൈറോയിഡ് ഗ്രന്ഥി? നമ്മുടെ കഴുത്തില്ലേ, കഴുത്ത്. ഇപ്പൊ ഇവിടെ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഇത് കണ്ടോ, അത് സ്വനപേടകമാണ്, ലാരിങ്സ്, സൗണ്ട് ബോക്സ്. ഈ യെല്ലോ കളർ കണ്ടോ, അത് ട്രക്കിയാണ്, നമ്മുടെ വിൻഡ് പൈപ്പില്ലേ, ശ്വാസം അകത്തേക്ക് ലങ്സിലേക്ക് പോകുന്ന ഭാഗമാണ്. പിന്നെ അതിന്റെ ആ ഭാഗത്ത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഈ മുൻഭാഗത്ത് നമുക്കിങ്ങനെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി കാണാം. ഈ തൈറോയിഡ് ഗ്രന്ഥിക്ക് ഇതിലൊക്കെ വലിയ റോളുണ്ട്. അതെങ്ങനെയാന്ന് പറയാം. അത് പറയാൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഒരു ചെറിയ ഭാഗം ഞാൻ വലുതാക്കി വരച്ചിരിക്കുകയാണേ. അതിൻ്റെ ഉള്ളത്തെ കോശങ്ങളായി കാണുന്നത് 2 തരം കോശങ്ങൾ അതിനകത്തുണ്ട്. അത് ഒന്ന് ഫോളിക്കുലർ കോശങ്ങളാണ്, ഫോളിക്കുലർ സെൽസ്. അവരൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോക്സിൻ. മറ്റൊന്ന് പാരാഫോളിക്കുലർ കോശങ്ങളാ, കണ്ടോ ദിസ് കളർ, ഈ ബ്ലൂ കളറിൽ, അത് പാരാഫോളിക്കുലർ. അവര് കാൽസിറ്റോണിൻ ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ 2 തരം ഹോർമോണാണ്, രണ്ടിനും ആക്ഷൻസ് വെവ്വേറെയാണ്. അപ്പൊ ആദ്യം ഫോളിക്കുലർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിന്റെ ധർമ്മം എന്താന്ന് പറഞ്ഞുതരാം. തൈറോക്സിൻ അത് ചെയ്യുന്ന പരിപാടി കുറേ ഉണ്ട്. കണ്ടോ, ഒന്നാമത്തെ മെറ്റാബോളിസം നിയന്ത്രിക്കുകയാണ്, രണ്ടാമത്തത് ശരീര ഊഷ്മാവിനെ നിയന്ത്രിക്കുക. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഇല്ലേ, ബോഡി ടെമ്പറേച്ചർ, അതിനെ നിയന്ത്രിക്കണം. ടെമ്പറേച്ചർ അങ്ങ് കൂടാനോ കുറയാനൊന്നും പാടില്ല, കോശങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണ്ടേ. പിന്നെ നവജാത ശിശുക്കൾ അഥവാ നവജാത ശിശുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂ ബോൺ ബേബീസ്, പെട്ടെന്ന് ഇപ്പൊ ജനിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ കുട്ടികളിലും ഒക്കെ അവരുടെ മസ്തിഷ്കത്തിന്റെ വികാസം, ബ്രെയിൻ ഡെവലപ്മെന്റ്, അതിനു വേണ്ടിയിട്ട് ഈ തൈറോക്സിൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്യുന്ന പരിപാടി ഉണ്ടോ, നമ്മുടെ ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ, ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഈ തൈറോക്സിന് വലിയ പങ്ക് വഹിക്കാനുണ്ട്. അതുപോലെ അടുത്തതാണ് കാൽസിറ്റോണിൻ. 2 ഹോർമോൺ അല്ലേ പറഞ്ഞത്. കാൽസിറ്റോണിന്റെ പ്രത്യേകത കണ്ടോ, പേര് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്, കാൽഷ്യം അല്ലേ. കാൽസിറ്റോണിൻ, കാൽഷ്യം, കാൽസിറ്റോണിൻ, കാൽഷ്യം. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കണം, കുറയ്ക്കുന്ന ജോലിയാണ് കാൽസിറ്റോണിൻ ചെയ്യുക.
ഒരുപാട് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. കാൽഷ്യം നമുക്ക് സ്ട്രെങ്ത്തിന് ആവശ്യമാണെങ്കിലും കൂടിയാലും പ്രശ്നമാണ്. അത് കുറയ്ക്കാനുള്ള ഹോർമോണിന്റെ പേരാണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. ഇനി തൈറോക്സിന് വെറുതെ പറയുക മാത്രമല്ല, 2 രൂപങ്ങളുണ്ട്. T3, T4, 3, 4 T3, T4 എന്നാ പറയുക. അപ്പൊ എന്തുകൊണ്ടാണ് T3 എന്ന് പറയുന്നത്? അയോഡിൻ വളരെ അത്യാവശ്യമായി തൈറോയ്ഡ് ഗ്രന്ഥി പ്രവർത്തിക്കാൻ. 3 അയോഡിൻ ആറ്റങ്ങൾ, അയോഡിൻ മോളിക്യൂൾസ് ഉള്ളതാണ് ട്രൈഅയോഡോ തൈറോണിൻ. 4 എണ്ണാണെങ്കിൽ ടെട്രായഡോ തൈറോണിൻ. ഉണ്ടോ? തൈറോക്സിന്റെ 2 രൂപങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, T3യും T4ഉം. അപ്പോൾ തൈറോക്സിൻ ഇത്ര ആവശ്യമായതുകൊണ്ട് ഒരുപാട് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാം പറ്റുമോ? ഇല്ല. ഒരുപാടായി കഴിഞ്ഞാലും പ്രശ്നമാണ്, കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ തൈറോയിഡിന്റെ അളവിൽ ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ അത് പല അവസ്ഥയിലേക്ക് നയിക്കും, തകരാറുകൾ ഉണ്ടാകും. ആ തകരാറുകളെ 2 രീതിയിൽ പറയാം. ഒന്ന് കുറഞ്ഞാൽ, ഒന്ന് കൂടിയാൽ. ഇപ്പൊ തൈറോക്സിൻ കൂടിയാൽ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസ് ആണ് കൂടിയാൽ. കുറഞ്ഞാലോ ഹൈപ്പോ തൈറോയിഡിസ് ആണ്. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന തൈറോക്സിൻ കൂടുക കുറയുക. അപ്പൊ ലക്ഷണങ്ങൾ 2 ഡിഫറൻറ്റാ. അപ്പൊ ഒന്നാമത്തെ കൂടിയാലാണ്, മെറ്റാബോളിസം നിയന്ത്രിക്കുകയല്ലേ, അപ്പൊ മെറ്റാബോളിസം നിരക്ക് കൂടും. അത് ഹോർമോൺ കൂടുതലല്ലേ, സ്വാഭാവികമായിട്ടും കൂടും. അങ്ങനെ അനാവശ്യമായിട്ട് ഇത്രയും കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഭാരം നോർമൽ പോലെ ഉണ്ടാവോ? ഇല്ല, കുറയും. ശരീരഭാരം കുറയും. അതുപോലെ ഹൃദയമിടിപ്പ് കൂടും. പിന്നെ അമിതമായ വിയർപ്പുണ്ടാവും, ഉത്കണ്ഠ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാവും. എന്നാൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് വെച്ചാൽ കുറവാണ്. അപ്പൊ മെറ്റാബോളിസം നിരക്ക് കുറയും, പ്രശ്നമാണ്. അതുപോലെ തന്നെ ശരീരഭാരം കൂടും. വേണ്ടത്ര കെമിക്കൽ റിയാക്ഷൻസും കാര്യങ്ങളൊന്നും ശരീരത്തിൽ നടക്കുന്നില്ല, ശരീരഭാരം കൂടും. ഹൃദയമിടിപ്പ് കുറയും. പിന്നെ കണ്ടില്ലേ, ക്ഷീണം, തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ വരും. അതൊക്കെ ഹൈപ്പോ തൈറോയിഡിസിന്റെ ഭാഗമാണ്. അപ്പോ ഹോർമോൺ കുറഞ്ഞാലും കൂടിയാലും ഒരു മിതമായ രീതിയിൽ ഇങ്ങനെ പോകണം. ഇനിയാണ് ഒരു രോഗം പറയുന്നത്. ഇത് നമുക്ക് കേട്ട് പരിചയമുള്ളതാ, പല ആൾക്കാരും നമ്മൾ കാണുന്നതുമാണ്. കഴുത്തിന്റെ ഈ ഭാഗത്തൊരു വീക്കം ശ്രദ്ധിച്ചിട്ടില്ലേ? അതിനെ ഗോയിറ്റർ എന്നാ പറയാ. ഗോയിറ്റർ കണ്ടോ, ഇവിടെ ഇങ്ങനെ വീർത്ത് വരുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ ഗോയിറ്റർ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പറഞ്ഞുതരാം. നിരവധി തകരാറുകൾ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വരാം. അതൊക്കെ ഗോയിറ്ററിലേക്ക് നയിക്കാം. പിന്നെ കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, അയഡിന്റെ പ്രവർത്തനം, അയഡിന്റെ സാന്നിധ്യം വേണം ഈ ഒരു തൈറോക്സിന് ഉണ്ടാവാനും തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പ്രവർത്തിക്കാനും. ആ അയഡിൻ നമുക്ക് കിട്ടുന്നില്ല ഭക്ഷണത്തിലൂടെ എന്ന് വെച്ചാൽ അയഡിന്റെ അപര്യാപ്തത, അയഡിൻ തികയുന്നില്ല. സ്വാഭാവികമായിട്ടും ഹോർമോണിന്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും, ഗ്ലാൻഡിന്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും. അത് രണ്ടും ഗോയിറ്ററിന് കാരണമാകുക. ലക്ഷണമായിട്ട് കണ്ടോ, കഴുത്തിലെ വീക്കം വരാം. കഴുത്തിൽ വീങ്ങിയ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ വലിയ പ്രശ്നമാണ്. കണ്ടോ? അപ്പോൾ ഈ ഗ്രന്ഥികൾ ഇങ്ങനെയൊക്കെയാ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഹോർമോൺ ഉണ്ടായിട്ട് നമ്മുടെ ശരീരത്തിലെ ആക്ടിവിറ്റീസിനൊക്കെ എങ്ങനെയാ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു തൈറോയ്ഡ് ഗ്രന്ഥിയുടെ കാര്യം. ഇനി വേറെ ആളുണ്ട്, പാരാതൈറോയിഡ്. അതാ പറയാൻ പോകുന്നത്. കാൽഷ്യത്തിന്റെ ക്രമീകരണമാണ് പാരാതൈറോയിഡ് ചെയ്യുക. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. കാൽഷ്യം കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ കാൽഷ്യം ക്രമീകരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അടുത്ത് തന്നെ വേറെ ആള് കാണാം. കണ്ടോ, പിൻഭാഗത്താണ് പാരാതൈറോയിഡ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഈ മുൻഭാഗത്ത് ഇവിടെ ഇങ്ങനെ ട്രക്ക് ചെയ്യേണ്ട അതിന്റെ 2 ഭാഗത്ത് ഇങ്ങനെ തൈറോയ്ഡ് കാണുന്നുണ്ട്. അപ്പൊ പിൻഭാഗത്ത് ഇങ്ങനെ പാരാതൈറോയ്ഡ് ഗ്രന്ഥി കാണുന്നുണ്ട്. അപ്പൊ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്താണ്. അവര് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി, ഇത് പാരാതൈറോയ്ഡ് ഗ്രന്ഥി. കാൽഷ്യത്തിന്റെ നോർമൽ അളവ് എത്രയെന്നറിയോ നമ്മുടെ ബ്ലഡിൽ? അത് 9 to 11 milligram per 100 ml ആണ്. ഡെസിലിറ്റർ എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, 100 ml 9 to 11 milligram വരുള്ളൂ. അപ്പൊ അത് കുറഞ്ഞാലും കൂടിയാലും ഒക്കെ നമുക്ക് പ്രശ്നമാണല്ലോ. അപ്പോൾ കുറഞ്ഞാലും കൂടിയാലൊക്കെ ആക്ഷൻ ഇവിടെ കിഡ്നി, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, എല്ലുകള്, അതിലൊക്കെ നടക്കണം. അപ്പോൾ ഞാനൊരു അവസ്ഥ പറയാം. ഈ 9 മുതൽ 11 milligram per 100 ml എന്നുള്ള അളവിന്ന് കുറഞ്ഞു, നമുക്ക് വേണ്ടത്ര കാൽഷ്യം ശരീരത്തിൽ ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാ ചോദ്യം. വേണ്ടത്ര കാൽഷ്യം ശരീരത്തിൽ ഇല്ല, എന്ത് ചെയ്യുന്നറിയോ? അപ്പോ ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ അങ്ങ് പ്രവർത്തിക്കും, അത് പ്രൊഡ്യൂസ് ചെയ്യും. പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാതോർമോണിനെ ഉൽപ്പാദിപ്പിക്കും. ഇപ്പൊ കുറവായിട്ട് നിൽക്കല്ലേ, അപ്പൊ എന്താ ചെയ്യുന്നറിയോ? കിഡ്നിയിൽ പോയിട്ട് ആദ്യത്തെ ആക്ഷൻ എന്താ? കിഡ്നിയിലെ ആക്ഷൻ കാൽഷ്യം, അതുപോലെ ഫോസ്ഫേറ്റ്, അതിനെയൊക്കെ പുനരാഗിരണം ചെയ്യും. എന്നുവെച്ചാൽ കിഡ്നിനോട് പറയും, അധികം കാൽഷ്യത്തൊന്നും പുറത്ത് കളയണ്ട, തിരിച്ചെടുക്ക്. കിഡ്നിയുടെ പരിപാടി എലിമിനേഷൻ അല്ലേ, അനാവശ്യമായില്ലെങ്കിൽ ഒഴിവാക്കുക. അപ്പൊ അധികം കാൽഷ്യം കളയണ്ട, കുറച്ചും കൂടി തിരിച്ചതാന്ന് പറഞ്ഞിട്ട് റീഅബ്സോർബ് ചെയ്യും, പുനരാഗിരണം ചെയ്യും. ഇനി നമ്മുടെ ദഹനപഥത്തിൽ എന്താ ചെയ്യുക? ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈനും ലാർജ് ഇൻറ്റസ്റ്റൈനും ഒക്കെ ആണ്. അവിടെ ചെന്നിട്ട് കണ്ടോ,
പെട്ടെന്ന് പെട്ടെന്ന് വലിച്ചെടുക്കാൻ തുടങ്ങും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കാൽഷ്യത്തെ മാക്സിമം വേഗത്തിൽ വലിച്ചെടുക്കാൻ ശ്രമിക്കും. രക്തത്തിലേക്ക് കാൽഷ്യത്തിന്റെ റീഅബ്സോർപ്ഷൻ ആഗിരണം ത്വരിതമാക്കുക എന്ന് പറഞ്ഞാൽ സ്പീഡപ്പ് ചെയ്യുക. മറ്റൊന്ന് എന്താന്ന് വെച്ചാൽ എല്ലുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ച കാൽഷ്യം അല്ലേ, അതിനെ രക്തത്തിലേക്ക് കലർത്തും. രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ എല്ലുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ച കാൽഷ്യത്തെ കുറച്ചെടുത്തിട്ട് ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ ക്യാഷ് സംഘടിപ്പിക്കാൻ ശ്രമിക്കില്ലേ? ഇവിടൊക്കെയാണ് കാൽഷ്യം ഉള്ളത്. അപ്പൊ ആ കാൽഷ്യത്തെ ഇവിടുന്നൊക്കെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഹോർമോൺ പാരാത്തോർമോൺ. അങ്ങനെ നോർമൽ ലെവലിലേക്ക് വരും. ഇനി മറ്റൊന്ന്, സാധാരണ അളവിൽ നിന്ന് കൂടിയാൽ പ്രശ്നമാണ്. നോർമൽ അളവിൽ കൂടിയെന്ന് വെക്കുക, അപ്പോഴും ബുദ്ധിമുട്ടല്ലേ, നോർമൽ ലെവലിൽ എത്തണ്ടേ? അതിനെ സഹായിക്കാൻ അപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥി ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും, കാൽസിട്ടോണിൻ എന്ന് അതിനെ പറയാം. എന്താണോ ഇവിടെ ചെയ്തത് അതിന്റെ നേർ വിപരീതം അപ്പുറത്ത് ചെയ്യും. ഇവിടെ വൃക്കയെന്ന്, അതായത് കിഡ്നിന്ന് തിരിച്ചെടുക്കുകയല്ലേ ചെയ്തത്. അപ്പൊ ഇനി കിഡ്നിന്ന് വല്ലാതെ ആഗിരണം ചെയ്യേണ്ട, കാരണം ഓൾറെഡി കൂടുതലാ. അപ്പൊ ഇനി കിഡ്നിന്നും കൂടി എടുത്താൽ ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ ആ പുനരാഗിരണം തടസ്സപ്പെടുത്തും. ഇനി ഓൾറെഡി ഇപ്പൊ ബ്ലഡിൽ കൂടുതലാ, അപ്പൊ പിന്നെ ദഹനത്തിൽ കൂടെ പിന്നെയും അബ്സോർബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പൊ ആഗിരണം കുറയ്ക്കും. പിന്നെ ഉണ്ടോ, എല്ലിന്ന് തിരിച്ചെടുക്കാന്നാ പറഞ്ഞത്, അതും തടയും. അതായത് കുറയുമ്പോൾ നമ്മൾ കൂട്ടാനും കൂട്ടുമ്പോൾ കുറയ്ക്കാനും നോർമൽ ലെവലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ കുറയുമ്പോൾ കൂട്ടാൻ പാരാത്തോർമോൺ, കൂടുമ്പോൾ അത് കുറയ്ക്കാൻ കാൽസിറ്റോണിൻ. ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്തടുത്ത് നിൽക്കുന്ന ഗ്ലാൻഡുകളാണെന്നുള്ളതാണ് അതിന്റെ അതിശയം. കണ്ടോ, ഓരോ ഹോർമോണുകള് ഓരോ തരത്തിലാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ശരീരം നിലനിന്ന് പോകണമെങ്കിൽ വളരെ അത്യാവശ്യമാണ്.